ഗായ്സ് വീണ്ടും നമ്മൾ F1 റേസിങ്ങിന് ഇറങ്ങിയിരിക്കണ്. കഴിഞ്ഞ പ്രാവശ്യത്ത് കഴിഞ്ഞ് ഇനി ഇപ്രാവശ്യം വേറെ ഒന്ന്. അങ്ങനെ ഓരോ പ്രാവശ്യങ്ങൾ ഓരോ F1 റേസിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രാവശ്യം എന്താ വൈബ് പോയിട്ട് തന്നെ കാണാം. പിന്നെ ആകെ ഒരു ദിവസം പോകണുള്ളൂ. നാളെ ചിലപ്പോൾ പോലുണ്ടാവില്ല, മറ്റന്നാളെയും പോലുണ്ടാവില്ല. ഫസ്റ്റ് ദിവസം മാത്രം നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളൂ. ഒന്ന് പോകണം. അപ്പോൾ പിന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടിയത് ഗിവ് എവേയിലൂടെ കിട്ടിയതാണ്. 3 ടിക്കറ്റ് നമ്മളെ ഗിവ് എവേ കിട്ടിയ ആളാണിത്. ഞങ്ങൾ പിന്നെ ടിക്കറ്റ് ആദ്യം ഓൾറെഡി എടുത്തുവെച്ച് ഫുള്ള് സെറ്റായി. ഇനി അവിടെ പോയിട്ട് എന്താണ് കൂടുതൽ, പക്ഷെ ഇന്ന് പരിപാടിയൊന്നും ഇല്ല, പരിപാടിയൊക്കെ കമ്മിയാണ്, ചെറിയ ചെറിയ പരിപാടികളോ. പോയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ ബൈ ഗൈസ്. നമ്മളങ്ങനെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര ബ്ലോക്ക് കേട്ടോ, ഫുള്ള് ബ്ലോക്ക്. നിരത്തി ആൾക്കാർ നടന്നുകൊണ്ട് സെറ്റ് ഗൈസ്. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൽ എത്തിക്കണം. പാർക്കിങ്ങിൽ എത്താൻ തന്നെ അരമണിക്കൂർ എന്തോ എടുത്തുക്കണം. പാർക്കിൽ തന്നെ ഫുള്ള് ക്രൗഡാട്ടോ. ഇവിടെ അല്ല, കുറച്ച് അപ്പുറത്ത്. ഇവിടെ നമ്മൾ ഇനി ബസ്സിനാണ് പോകേണ്ടി വന്നത്. ബസ്സിന് റൈഡ് അടിക്കണം. ഗൈസ് പോയോക്കട്ടെ. ഫുള്ള് തിരക്ക് കേട്ടോ, ഫുള്ള് ക്രൗഡ്, ഫുള്ള് തിരക്ക്. അതാണ് അവസ്ഥ. ഇത് പോകേണ്ടത് GA ഇതേ ബസ്സിലാട്ടോ. ബസ്സിലൊക്കെ പോകണം. അവിടെ ഇതെന്തെങ്കിലും അഭിപ്രായം പറയാണ്ട് ഞാൻ നല്ല അടിപൊളി ബസ്സൊക്കെ ഉണ്ട്, സെറ്റപ്പ് ബസ് ഫുള്ള്. ഈ ഒരു ബസ്സിൽ പോകുമ്പോൾ തന്നെ നമുക്ക് 10 റിയാൽ 20 റിയാൽ മുതലാവാന്നാണ് ഇപ്പോൾ പറയുന്നത്. ടിക്കറ്റ് ഞാൻ ചോദിക്കാം. ഞങ്ങൾ സാധാ ജനറൽ ടിക്കറ്റുമായിട്ടാണ് ഞങ്ങൾ ടോപ്പ് ക്ലാസ് ബസ്സിലൂടെ ജിദ്ദയിലൂടെ ഒക്കെ ഇറങ്ങുന്നത്. ഓക്കെ, നമ്മളെ ബാക്കിലത്തെ ടീമൊക്കെ ഇവിടെ ഫുള്ള് വൈബ് അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണുന്നുണ്ടോ? ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ചിന്തിച്ചതെന്താ വെച്ചാൽ എല്ലാവരും ഇറങ്ങിയിട്ട് ഇറങ്ങാം. അപ്പോഴേ എല്ലാവരും ഇറങ്ങിയാലേ ഇറങ്ങുള്ളൂ. എല്ലാവരും ഇറങ്ങിയിട്ട് നമ്മൾ ഇറങ്ങുള്ളൂ കേട്ടോ. നടക്കുള്ളൂ. എനിക്കറിയില്ല ഇത് ഫുള്ള് ഷൂട്ട് ചെയ്യുന്നു തോന്നുന്നുണ്ട്. കാരണം ഇപ്പം തന്നെ ചാർജ് 70% എന്തായി. Wow, very good, very good. Actually, this is the parking area that bus are coming. Actually, these people are my friends. We are going to Wow, this guy is giveaway winner. Giveaway. DJ അല്ല തോന്നുന്നുണ്ട്. DJ ഒക്കെ നാളെ കേട്ടോ. മൂഞ്ചികൾ മൊത്തത്തിൽ. This guy is the driver. Actually, this guy is the driver. കയറി കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആദ്യം അറിയാം ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ അതുപോലെ അവിടെ മറ്റേ റേസിങ്ങിൻ്റെ മറ്റേ എന്താ പറയുക കാറ്റിലാണ് വണ്ടിയൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഏന്ത്രുഞ്ഞാലുണ്ട്. എടാ ലൈന് പോണീന് എന്താ പറയാ? ലൈന് പോണീന് എന്താ പറയാ? സിപ്പ് ലൈനും ഉണ്ട്. അപ്പോൾ നമ്മൾ സിപ്പ് ലൈനോ അല്ലെങ്കിൽ ഏന്ത്രുഞ്ഞാലോ പോകാലോ. അവിടെ അതൊക്കെ നമുക്ക് ഇതിനുള്ളിൽ കയറിയാൽ ഫ്രീ ആട്ടോ. അങ്ങനെ നമ്മൾ ഏന്ത്രുഞ്ഞാല അതുപോലെ ഇതിൻ്റെ വരുന്ന റെയിന് സൈലും കയറാനുള്ള പരിപാടിയാണ്. മെഗാ ഡ്രോപ്പ് രജിസ്റ്റർ ചെയ്യുക, അതുപോലെ രജിസ്റ്റർ ചെയ്യുക, പിന്നെ ഒപ്പിട്ട് കൊടുക്കുക, കയറുക. ഫ്രീ ആണ് സംഭവങ്ങൾ. ഓക്കെ, എപ്പോഴും ടിക്കറ്റ് ആകുമ്പോൾ ഒരു ഇതിൽ കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഓരോ റൈഡിലേക്ക് ആൾക്കാരുണ്ട്. ഈ റൈഡ് ഫ്രീ ചെയ്യാൻ റൈഡ് കിട്ടുമോ? അത് ഇത്ര നേരം കണ്ടത് കിട്ടിയെന്ന് പൊള്ള കുടുങ്ങി കുടുങ്ങി. സ്റ്റേജ് ഇവിടെ now oversteering the wrong place is equal to disaster. So colder, so lap times will be faster. The wing has stopped,
അഗ്രിമെന്റിൽ ഒപ്പിട്ടില്ല നമ്മള്. വീഡിയോ എടുത്ത് കുഴങ്ങി നമ്മൾ ഒരു വഴിക്ക് പതിവുമായപ്പോൾ ഇരിക്കാനുള്ള സ്ഥലം കണ്ടു. ഇരിക്കുന്നു കുഴങ്ങിക്കാണ്. സത്യം പറയാലോ നല്ല കുഴക്കുണ്ട്. കയ്യൂലട്ടോ നടന്ന് വാങ്ങുക. കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി നടക്കണ്ട്. പക്ഷെ ഇതൊരു രസമാണ്. റേസ് തുടങ്ങിയില്ല തോന്നുന്നു. അടുത്ത് നമ്മൾ കയറാൻ പോകുന്ന ഐറ്റം ഫ്ലൈറ്റിൻ്റെ എൻജിൻ്റെ കാറ്റ് കൊള്ളാനുണ്ട്. അതുപോലെ ഇതരം നമ്മളെ ഫ്ലൈറ്റിൻ്റെ എൻജിൻ്റെ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ വരും. ഞങ്ങളെല്ലാവരും ക്ഷീണിച്ചിരിക്കാൻ തുടങ്ങിട്ടോ. ഇങ്ങനെ ഇരിക്കാണ്. കുറേ ഗെയിം ഇരുന്ന് കാണാൻ പറ്റിയ സ്ക്രീൻ നമുക്കുണ്ട്. ഈ സ്ക്രീനിൽ നമുക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് റേസിംഗ് കാണാം. وبعدها ستبقى في الأمريكية في مصرية تعود إلى الجولة الخامسة على علبة ستانفورد الهولندية وبعدها سنغافورة والختام في الولايات المتحدة الأمريكية في حلبة لاس فيغاس. 7 أسابيع 3 قارات تزورها هذه البطولة الجميلة. Kerry Chambers now fastest 2:05.1 ahead of Albaraz in 2:05.4. അർജന്റീനയിലെ ആദിവാസികൾ സമയത്ത് നമ്മള് സീമൊക്കെ ചോദിച്ചാൽ മതി ആരാണത്. നീ കൊണ്ടുവന്നില്ല അതിനപ്പുറം കടന്നാൽ മാവക്ക് അന്യന്റെ കവറൊന്ന് മറ്റൊന്ന് തൊട്ടേണ്ടി വരും. വള്ളോമ്പറ കണ്ണൂരിൽ തല്ലിപ്പൊളി മാതരുണ്ട്. അത് ചെക്കന്മാർക്ക് കാണിച്ചു വരാൻ പറഞ്ഞു. നമ്മളെ സീം വിട്ടതാ. ഞാൻ പറഞ്ഞു പറയാം നീയൊക്കെ അരട്ടോസറിട്ടോണ്ട് സമയത്ത് നമ്മള് സീമിട്ടൊക്കെ ചോദിച്ചാൽ മതി ബിലാൽ ആരാണെന്ന്. നീ കൊണ്ടുവന്നല്ല ഇട്ടിക്കണ്ടമ്മാന്റെ ബസ്സിന്റെ വലിപ്പം അതിനപ്പുറം കടന്നാൽ മമ്പുറം മൂത്ത വാവക്ക് അന്യന്റെ കപ്പുറം മറ്റൊന്ന് തൊട്ടേണ്ടി വരും. വള്ളോമ്പുറം കണ്ടുകൊണ്ട് ശേഷം തല്ലിപ്പൊളി മാതരുണ്ട്. അത് ഈ ചെക്കന്മാർക്ക് കാണിച്ചു സ്റ്റോറി മനസ്സിലാക്കിയില്ല കേട്ടോ. F1 റേസിംഗ് ഫസ്റ്റ് ഡേ ഞങ്ങൾ തീർത്തിട്ടുണ്ട്. സംഭവം ടയേർഡാവും. പിന്നെ നമ്മളെ ചാനലല്ല നമ്മളെ മറ്റേ പരിപാടി ഫുള്ള് അറ്റൻഡ് ചെയ്യാനൊന്നും കഴിയൂല, തിരക്കാണ്. അപ്പം തന്നെ നമ്മൾ പാർക്കിങ്ങിൽ കുറേ നേരം ഇരിക്കാൻ വേണ്ടി എത്തണില്ല.
ഇനി നാളെ ഇതിലും വലിയ തിരക്കാണ്. നാളെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഇന്ന് കുറച്ച് പരിപാടികളുള്ളൂ. ഇനി റേസിങ് വന്നോ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. പ്രാക്ടീസ് മാച്ച് മാത്രമല്ലേ. പക്ക ഫൈനൽ റേസ് നാളെയാണ്, മറ്റന്നാളെ ഫൈനലും. ഓക്കെ, അപ്പോൾ ഗൈസ് അടുത്ത F1 വീഡിയോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസായിട്ട് വരാം. ഗുഡ് ബൈ. ഓക്കെ, എനിക്ക് എന്തെങ്കിലും പറയണ്ടോ? ഗുഡ് ബൈ. വേറെ എന്തെങ്കിലും പറയും കാര്യമായിട്ട് ഒന്നും പറയാനില്ല. പിന്നെ എൻ്റെ ടിക്കറ്റ് പറ്റിച്ച് ഗിവ് അവേ വിന്നറെ ടിക്കറ്റ് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ കയറിയത്. ഗിവ് അവേ വിന്നർ ഉണ്ട് കേട്ടോ, പേജിൽ വരുന്നില്ല. ആ ചെക്കൻ്റെ സമന്ത ഒരു പേരില്ല ചെക്കൻ്റെ. ഇവൻ ചെറുക്ക് വെറുതെ കമന്റ് അടിച്ചതാണ്. അപ്പൊ നമുക്ക് ആ ഗിവ് അവേന്ന് കിട്ടി. അതിൽ ഞങ്ങൾ 3 ആൾക്കാർ 3 ടിക്കറ്റ് കിട്ടി. അതിൽ 3 ആൾക്കാരിൽ 2 ടിക്കറ്റ് യൂസ് ചെയ്തു. ഒരു ടിക്കറ്റ് ഇവിടെ നമ്മളെ ബോസിന്റെ ടിക്കറ്റ് അവിടെ വെള്ളത്തിലായി. പിന്നെ ഇഞ്ച ടിക്കറ്റ് ഇങ്ങനെ പറ്റിച്ചും ചെയ്തിക്കണേ. അങ്ങനെയാണ് ഉണ്ടായിക്കണേ. ചെറിയൊരു പ്രശ്നല്ലേ? എന്താണ്? പിന്നെ നമ്മുടെ ഫോണ് ബ്രോക്കൺ ആയത് വലിയൊരു പ്രശ്നമാണ്. അതാണ് ഞങ്ങൾ മെല്ലെ വ്ളോഗ് ചെയ്യണത്. അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഫുള്ള അലമ്പേന്. ഇപ്പൊ ഫുഡ് ഇല്ല, ഒന്നുമില്ല. ഫോണ് പൊട്ടി പട്ടിണിയാണ്. എനിക്കറിയോ പട്ടിണിയല്ല, നമ്മള് അൽബിയ കഴിച്ചാണ്. അതിന്റെ വീട് നിർത്തി. അപ്പൊ ഷിയാവിനോട് പറഞ്ഞു പോയി കഴിച്ചു പോരുന്നില്ല. പിന്നെ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വൈബ്. അടുത്ത നമ്മളെ വ്ളോഗ് സ്റ്റാർട്ടിങ് ആണെങ്കിൽ യൂട്യൂബ് വീഡിയോ ഞാൻ കുറേ കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിച്ചാലും നടക്കണില്ല. സംഭവം എന്താ വെച്ചാൽ നമുക്ക് ഇത് കണ്ടുകാണ്ട് ഫീൽ ചെയ്തുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നടക്കുമ്പോൾ വീഡിയോ എടുക്കൽ നടക്കണില്ല. ഒരാളെ വെക്കണം. ഇതൊക്കെ ഉണ്ടോ യൂട്യൂബിലോ? ഒരാളെ വെച്ച് കണ്ടില്ല പരിപാടി ഇനി പ്ലാൻ ചെയ്യണത്. ചായ അടിച്ചാ പൈസ ഇല്ല, എന്നിട്ട് യൂട്യൂബിൽ ആളുണ്ടാക്കാൻ. ഇതിന്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് എന്റെ കയ്യില്. പണ്ട് ഫോൺ ഓഫ് ആയി. അപ്പൊ ഇനി അടുത്ത വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ. ചാർജ് കഴിഞ്ഞ് കിട്ടോ. താങ്ക് യു.